അമേരിക്ക ഇപ്പോൾ ഇറാനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തെ ഫെബ്രുവരി 28-ന് ശേഷമുള്ള യുദ്ധത്തിന്റെ മൂന്നാം ഘട്ടമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് എന്ന അമേരിക്കൻ മാധ്യമം ഈ യുദ്ധത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആക്രമണം എന്ന നിലയിലാണ് ഇന്ന് വിലയിരുത്തിയത്. അതായത് ഫെബ്രുവരി 28-ന് ഇറാനെ തകർക്കുക, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കുക, ഇറാനെ നിരായുധീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ യുദ്ധം ആരംഭിച്ച അമേരിക്കയും ഇസ്രായേലും ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളെയും ഏറ്റവും തീവ്രമായ ആക്രമണമെന്ന് തന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് വിലയിരുത്തുന്നത്. എങ്കിലും ഈ ആക്രമണങ്ങൾ കൊണ്ട് ഒരു ഗുണവും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ, അമേരിക്കയും ഇസ്രായേലും തലകുത്തി മറിഞ്ഞാലും ഒരു തരത്തിലും ഇറാനെ തളയ്ക്കാനോ തോൽപ്പിക്കാനോ തകർക്കാനോ കഴിയില്ല എന്ന് ഓരോ ദിവസം പിന്നിടും തോറും ട്രംപിന് മനസ്സിലായിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 140 കേന്ദ്രങ്ങളിൽ ആക്രമണം നടക്കുന്നു. അതായത് ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? റഡാർ കേന്ദ്രങ്ങൾ, അതുപോലെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകൾ, ഇവിടങ്ങളിലേക്കൊക്കെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി. അങ്ങനെ 140 കേന്ദ്രങ്ങളിൽ ഇന്നലെ ആക്രമണം നടക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ആക്രമണം നടക്കുന്നു. 95 കേന്ദ്രങ്ങളിൽ തൊട്ട് തലേ ദിവസം ആക്രമണം നടക്കുന്നു. 80 കേന്ദ്രങ്ങളിൽ ഈ യുദ്ധത്തിന്റെ മൂന്നാം ഘട്ടം തുടങ്ങിയ ആദ്യ ദിവസം, അതായത് 3 ദിവസം മുമ്പ് ആക്രമണം നടക്കുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, മറ്റേതെങ്കിലും ഒരു രാജ്യമായിരുന്നുവെങ്കിൽ ഇത്രയും ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് തിരിച്ചടിക്കാൻ പോയിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആ രാജ്യം ബാക്കി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ ഇറാനെ നോക്കൂ, ഈ തുടർച്ചയായി ഇത്രയും ആക്രമണങ്ങൾ, ഏതാണ്ട് 300ഓളം കേന്ദ്രങ്ങളിൽ തുടർച്ചയായി 3 ദിവസം അമേരിക്ക ആക്രമണം നടത്തിയിട്ടും ഇറാന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇറാൻ പ്രത്യാക്രമണം ശക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ട്രംപിന് ഒരു കാര്യം വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ഇതുപോലെയൊന്നും ആക്രമണം നടത്തിയാൽ ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇതുകൊണ്ടൊന്നും ഇറാനെ തകർക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, തൻ്റെ ജീവൻ വലിയ ആശങ്കയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവൻ അപകടത്തിൽ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഇറാന്റെ ആക്രമണങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും കരുത്താർജിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റഡാറുകളൊക്കെ ഓഫ് ചെയ്ത് വളരെ സൈലന്റായി പല കപ്പലുകളെയും ഒമാൻ തീരത്തുകൂടി കടത്തിവിടാനുള്ള ശ്രമമുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തിരിച്ചറിഞ്ഞ് അവിടങ്ങളിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ഈ കപ്പലുകളെ വന്ന വഴിക്ക് തിരിച്ചു പറപ്പിക്കാൻ ഇറാന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അവിടെയും ട്രംപിന്റെ തന്ത്രങ്ങൾ പൊളിഞ്ഞടുക്കുകയാണ്, ട്രംപിന്റെ യുദ്ധ നീക്കങ്ങൾ പരാജയപ്പെടുകയാണ്. ഇറാനെ നോക്കുക, ട്രംപ് 300ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇറാനെ ഇല്ലാതാക്കി എന്ന തരത്തിൽ നിൽക്കുമ്പോൾ, മറുവശത്ത് അമേരിക്കൻ കപ്പലിന് നേരെ ആക്രമണം നടക്കുന്നു. അതുപോലെ തന്നെ സൈപ്രസിന്റെ കൊടി വെച്ച് പോയൊരു കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അപലപനീയമാണ്. അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും, അതായത് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ US സെൻട്രൽ കമാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തി ഇറാൻ എന്നാണ് അല്പസമയം മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുടെ വിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു, അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന് നേരെ ആക്രമണം നടക്കുന്നു, അവരുടെ ആയുധപ്പുരകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. അങ്ങനെ 6 രാജ്യങ്ങളിലെ ഗൾഫ് മേഖലയിലുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മുഴുവൻ ഇറാൻ തച്ച് തകർക്കുകയാണ്. ഒരു വശത്ത് അമേരിക്ക 300ഓളം ഇറാൻ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു, ഇനി ഇറാന് എഴുന്നേക്കാൻ കഴിയില്ല എന്ന മട്ടിൽ പ്രചാരണം നടത്തുമ്പോൾ, ഇപ്പുറത്ത് അതൊക്കെ വെറും നുണയാണ്, കളവാണ്, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ പ്രവർത്തിച്ച് കാണിക്കുകയാണ്, തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കുക, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ജോർദാൻ, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നിർണായകമായ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ താല്പര്യപ്രകാരം ഒമാൻ തീരത്തോട് പോയ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടക്കും. അതായത് ഹോർമൂസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധ നീക്കം നടത്താൻ അമേരിക്കയ്ക്ക് കഴിയാത്ത വിധത്തിൽ
അടിയോടടിയാണ് ഇറാൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ തളർന്നു എന്ന വാദം ഒരിക്കലും വിലപ്പോകില്ല. അല്ലെങ്കിൽ ഇറാന് മേൽ വലിയ ആക്രമണം നടത്തി ഇറാനെ അമേരിക്ക തകർത്തു കളഞ്ഞു എന്ന വാദം ഒരിക്കലും നിലനിൽക്കുകയില്ല എന്ന് പറയേണ്ടി വരും. ഇത് ഇറാന്റെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഗതികൾ തന്നെയായി വേണം വിലയിരുത്താൻ. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയാകുമ്പോൾ അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിച്ചേക്കാം. പക്ഷേ ഇറാൻ അതിനനുസരിച്ച് തിരിച്ചടി കൊടുക്കാൻ പാകത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇനിയും ആക്രമണങ്ങൾ ഇറാന് നേരെ വന്നാൽ ഇറാൻ തത്തുല്യമായ രീതിയിലോ അതിൽ കൂടിയ രീതിയിലോ തിരിച്ചടിക്കും എന്ന് ചുരുക്കം. കാരണം ഇറാന്റെ കയ്യിൽ അത്രത്തോളം ആയുധങ്ങളുണ്ട്, ഡ്രോണുകളുണ്ട്, മിസൈലുകളുണ്ട്. ഇതെല്ലാം അവരവരുടെ ആക്രമണങ്ങളിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് ഈ തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ തങ്ങൾ വിചാരിച്ചതുപോലെ ഇറാനെ വരിഞ്ഞുകെട്ടി എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തങ്ങൾക്ക് കഴിയില്ല. നേരെ മറിച്ച് ഇനി ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ മുമ്പത്തേതുപോലെ ഇറാന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കേണ്ടി വരും. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ഇറാന്റെ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് നേരത്തെ തയ്യാറാക്കിയതുപോലെ ഒരു കരാറ് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ ഇറാന് ഉറപ്പ് കൊടുക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഇറാൻ ഇനി ആക്രമണം നിർത്തൂ. പക്ഷേ അങ്ങനെ ആക്രമണം നിർത്തിയാലും അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവനുമേലുള്ള ഭീഷണി അപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കുക, അത്രയധികം സുരക്ഷയുണ്ടായിട്ടും അമേരിക്കയുടെ 4 മുൻ പ്രസിഡന്റുമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1865 വിഖ്യാതനായ എബ്രഹാം ലിങ്കൺ, 1963 ജോൺ എഫ് കെന്നഡി അടക്കമുള്ളവർ വധിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആ പദവിയിൽ, അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇറാൻ ടാർഗറ്റ് ചെയ്യണമെന്നില്ല. ഇറാന്റെ അവകാശവാദം അനുസരിച്ച്, ഇറാന്റെ രീതി അനുസരിച്ച് ട്രംപ് എന്ന വ്യക്തിയെയാണ് ഇറാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിലാണെങ്കിൽ നെതന്യാഹുവും സ്വാഭാവികമായി ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇവർ പദവികളിൽ ഇരിക്കുമ്പോഴായിരിക്കില്ല ഒരു പക്ഷേ ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ അവരെ ടാർഗറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല എന്ന് ഇസ്രായേൽ ഇൻ്റലിജൻസ് തന്നെ പറയുന്നുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ പ്രധാനിയാണ് എന്ന് അവരുടെ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിടുന്നു. തൊട്ടു പിന്നാലെ മുജ്തബ ഖാംനെയി നൽകുന്ന ഒരു സന്ദേശത്തിൽ തങ്ങളുടെ ശത്രുക്കളുടെ ലിസ്റ്റ് തങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. കൃത്യമായി അവരെ വധിക്കും, അവരെ ഇല്ലാതാക്കും, പ്രതികാരം ചെയ്യും. അതിന് ജനങ്ങൾ കൂടെ നിൽക്കണം. ഈ പ്രതികാരം എന്ന് പറയുന്നത് എത്ര നാൾ കഴിഞ്ഞിട്ടായാലും ചെയ്തിരിക്കും. അത് താൻ കൊല്ലപ്പെട്ടാലോ ഇറാൻ എന്ന രാജ്യത്തിന് കേടുപാടുകൾ സംഭവിച്ചാലോ അതുണ്ടാകും. ആ പ്രതികാരം എന്നത് നടക്കും എന്നാണ് മുജ്തബ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന് ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള കേടുപാടുകൾ ഇറാൻ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇറാനിലേക്ക് ബോംബിംഗ് നടക്കുന്നു, മിസൈൽ ആക്രമണം നടക്കുന്നു, സ്വാഭാവികമായിട്ടും ഇറാൻ്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകാം. അവിടെ ആൾനാശം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്, ഊർജ്ജ കേന്ദ്രങ്ങളിൽ പോലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇറാന്റെ മനോവീര്യം തകർക്കാനോ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റാനോ അമേരിക്കയോട് ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് പോകാനോ ഒന്നും, ആ തരത്തിൽ അമേരിക്ക പറയുന്നത് മുഴുവൻ കേട്ട് അമേരിക്കയെ താണ് വീണ് കേണ് വണങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇറാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ട്രംപിന് ഏറ്റവും വലിയ ബോധോദയം നൽകുന്നത്. അതായത് ഇറാനിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. അവിടെ അടി മേടിച്ചു കൂട്ടി മിണ്ടാതിരിക്കുക എന്നൊരു നയമൊന്നുമല്ല. ഓരോ അടി കിട്ടുമ്പോഴും അതിന് തത്തുല്യമായ രീതിയിൽ, അതിശക്തമായ രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ടാണ് ഇറാൻ പ്രതികരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുജ്തബ ഖാംനെയുടെ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം, 6 ദിവസം ഇറാൻ മയപ്പെട്ടാണ് നിന്നിരുന്നത്. പക്ഷെ അപ്പോഴും തിരിച്ചടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം അതിതീവ്രമായ രീതിയിൽ വലിയ മാറ്റങ്ങളോടുകൂടി വലിയ ശക്തി ആർജിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, ഇതുകൊണ്ടൊന്നും ഇറാനെ തളയ്ക്കാൻ കഴിയില്ല എന്ന് ആത്യന്തികമായി ട്രംപിന് ബോധ്യപ്പെടുന്നു. 2, ആ വധഭീഷണി തൻ്റെ തലയ്ക്ക് മുകളിൽ വാള് പോലെ തൂങ്ങിക്കിടന്നാടുന്നു. അത് ട്രംപിനെ വല്ലാത്ത രീതിയിൽ ഉലയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ട്രംപിൻ്റെ പ്രവൃത്തികളും പ്രഖ്യാപനങ്ങളും കാണുമ്പോൾ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഒരു സമാധാന കരാറിൽ ഒപ്പിട്ട ശേഷം ആ സമാധാന കരാർ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഏകപക്ഷീയമായി ആ കരാറിൽ പറഞ്ഞ വ്യവസ്ഥ
ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് കപ്പലുകൾ റൂട്ട് മാറ്റി ഹോർമുസിലൂടെ കടത്തിവിട്ട് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ ട്രംപ് എത്തിക്കുന്നത് എന്തിനായിരുന്നു? ഈ കരാർ ഏകപക്ഷീയമായി കീറിയെറിഞ്ഞത് എന്തിനായിരുന്നു? ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിൽ ഇറാനുമേൽ കടന്നാക്രമണം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അതൊക്കെ ട്രംപിന് ഇറാനെ എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന ഒരു വിറളിയുടെ പുറത്ത്, ഒരു വാശിയുടെ പുറത്തുണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണ് ട്രംപ് ഇത്ര തിടുക്കപ്പെട്ട് ഇറാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ വധഭീഷണി തന്നെയായിരിക്കാം അതിൻ്റെ കാരണം എന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഇതുവരെ കണ്ടതിൽ വെച്ച് ഇത്രയും വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാനെ തളയ്ക്കാനാകില്ല എന്ന ബോധം ഇതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ചെയ്താലും ഇറാനെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ട്രംപിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം.